നാലാം ദിവസം ന്യൂറോ ഹീലിംഗ്. ക്ഷമയുടെ കണക്ക് ചോദിക്കുന്ന പത്രോസിനെ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ കാണാം. കർത്താവേ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? കർത്താവ് കൊടുക്കുന്ന മറുപടി 70 പ്രാവശ്യം ക്ഷമിക്കണം. ഇതിൻ്റെ ആത്മീയ സാരം, ക്ഷമ വെറും ഒരു കണക്ക് പുസ്തകമല്ല, അതൊരു സ്വഭാവമാണ്. ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ച നാം അത് മറ്റുള്ളവർക്കും കൊടുക്കണം. അല്പം മനഃശാസ്ത്രം. റിലേഷണൽ റിപ്പയറും കോർട്ടിസോളും. നാം ഒരാളോട് ദേഷ്യം പുലർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഹൃദ്രോഗം, ഉറക്കമില്ലായ്മ, പ്രതിരോധശേഷി കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. അതുകൊണ്ട് നാം നമുക്ക് വേണ്ടി തന്നെ ചെയ്യേണ്ട കാര്യമാണ് റിലേഷണൽ റിപ്പയറിംഗ്. ബന്ധങ്ങളെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള കാര്യമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യമല്ല, അത് നമുക്ക് വേണ്ടി തന്നെയുള്ള കാര്യമാണ്. അത് നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ്. ക്ഷമിക്കുക എന്നാൽ ഒരാൾ ചെയ്ത തെറ്റിനെ അംഗീകരിക്കുക എന്ന അർത്ഥമില്ല. മറിച്ച് ആ വികാരം നിങ്ങളുടെ ഉള്ളിൽ വരുത്തുന്ന കേടുപാടുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാമതായി, നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. രണ്ടാമതായി, ആ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, ദേഷ്യവും സങ്കടങ്ങളും പരാതികളും എല്ലാം ഒരു കത്തിൽ എഴുതുക. ആ കത്ത് എഴുതി അയച്ചു കൊടുക്കാനല്ല. മൂന്നാമതായി, നമ്മളെ തന്നെ മോചിപ്പിക്കുക. എഴുതിക്കഴിഞ്ഞ കത്ത് കീറിക്കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്തുകൊണ്ട് ഞാൻ ഈ വികാരത്തെ എന്നിൽ നിന്ന് മോചിപ്പിക്കുന്നു, എനിക്ക് സമാധാനം ലഭിക്കാൻ ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് സാവധാനം മനസ്സിൽ പറയുക. ക്ഷമ എന്നത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധമാണ്. മറ്റൊരാൾ ക്ഷമ അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനം അർഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കേണ്ടത്. ഇന്ന് ഈ കത്തെഴുതാൻ ആരെങ്കിലും കണ്ടെത്തിയെങ്കിൽ നല്ല രീതിയിൽ എഴുതി പൂർത്തിയാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.